ആലപ്പുഴ കളർക്കോട് കാറും KSRTC ബസും കൂട്ടിയിടിച്ച് മരിച്ച 5 MBBS വിദ്യാർത്ഥികൾക്ക് കണ്ണീരോടെ വിട ചൊല്ലി സഹപാഠികളും അധ്യാപകരും. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രിമാരുമടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതേസമയം അപകടത്തിന് കാരണം ശക്തമായ മഴയും വാഹനത്തിന്റെ പഴക്കവുമെന്നാണ് പ്രാഥമിക നിഗമനം. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി എത്തിയ വണ്ടാനം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് അവർ 5 പേരും വീണ്ടും എത്തി, ചേതനയറ്റ്. ഇന്നലെ വരെ കളിചിരികളോടെ മാത്രം കണ്ടവരുടെ ചേതനയേറ്റ മുഖങ്ങൾ കണ്ട് സഹപാഠികൾക്കും അധ്യാപകർക്കും ദുഃഖം പിടിച്ചു നിർത്താനായില്ല. 12 മണിയോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മുഹമ്മദ് ഇബ്രാഹിം, ശ്രീദീപ്, ആയുഷ് ഷാജി, ദേവാനന്ദൻ, മുഹമ്മദ് ജബ്ബാർ എന്നിവരുടെ മൃതദേഹങ്ങൾ കോളേജ് ക്യാമ്പസിൽ എത്തിച്ചത്. പൊതുദർശനത്തിൽ വെച്ച മൃതദേഹങ്ങളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രിമാരായ വീണ ജോർജ്, പി പ്രസാദ്, സജി ചെറിയാൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് പിന്നാലെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയി. അതേസമയം മോശം കാലാവസ്ഥയും വണ്ടിയുടെ കാലപ്പഴക്കവുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2010 മോഡൽ ടവേരയിലായിരുന്നു വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്നത്. ഒപ്പം 7 പേർക്ക് സഞ്ചരിക്കാവുന്ന കാറിൽ 11 പേരെ കയറ്റിയതും അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്ന് RTO ദിലു AK പറഞ്ഞു. വാഹനമോടിച്ച വിദ്യാർത്ഥിക്ക് വേണ്ടത്ര പരിചയം ഉണ്ടായിരുന്നില്ലെന്നും 5 മാസം മുൻപാണ് കുട്ടിക്ക് ലൈസൻസ് കിട്ടിയതെന്നും RTO വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്ക് കാർ വാടകയ്ക്ക് കൊടുത്തത് നിയമവിരുദ്ധമായിട്ടാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാറുടമയ്ക്ക് റെന്റേ കാർ ലൈസൻസ് ഇല്ല. വാഹന ഉടമയോട് അടിയന്തരമായി എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.